ദൈവമേ, ഒരു വഴി ആയിട്ടുള്ള തത്രപ്പാടിലാണ്. ഇതുവഴി എങ്ങനെ നടന്നു പോകാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നടന്നല്ലേ പറ്റൂ. നിനക്കിട്ട് ഇറങ്ങി ഇത് എവിടാണാവോ എന്തോ. ഇത് ഫോറസ്റ്റ് ഏരിയ വല്ലതും ആണോ? വലിയ വന്യജീവികളും വല്ലതും ഇവിടെ കാണുമോ എന്തോ. ഇവിടെയാണ് ഒരു ആശുപത്രി നിർമ്മിച്ചിട്ടുണ്ട്. ഒരുവിധം നടക്കാൻ പറ്റുന്ന എനിക്കിതുവഴി കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു വല്ല വിഷമുള്ള ജന്തുക്കൾ വല്ലതും ആയിരിക്കും. നല്ലല്ലോ ഒരണ. പോട്ടെ കൊള്ളാം. ഈ നടക്കാനാകുന്ന ഞാൻ വരെ വന്നിട്ട് ഇവിടെ എത്തുന്നില്ല. പിന്നീടാണ് വൃദ്ധരായ നടക്കാൻ വയ്യാത്തവർ ഇവിടെ ആശുപത്രി വരണോ? ഏതായി ആശുപത്രി എന്നൊന്നും അറിയണമല്ലോ. ആശുപത്രി കണ്ടുപിടിക്കാനുള്ള പോക്കാണ്. ഏതായാലും ശ്രമിച്ചു നോക്കാം. ഏതായാലും വന അതിർത്തി കഴിഞ്ഞു. ഇതെന്ത് ഉള്ളുവേലിയോ? വേലിക്കല്ലും ഒക്കെ ഉണ്ടല്ലോ. ഏതായാലും കൊള്ളാം. അടുത്തെത്തി. ഞാൻ കണ്ടുപിടിക്കാൻ വന്ന സാധനം എന്റെ കൺമുൻപിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എങ്ങനെ ഇറങ്ങും? ശ്രമിച്ചു നോക്കാം. വല്ല വാനര ജന്മം അങ്ങനെ മരത്തിൽ തൂങ്ങിയൊക്കെ ഇറങ്ങാമായിരുന്നു. നോക്കട്ടെ. കൂടെ വേണ്ട. ഗ്രൗണ്ടിലെത്തി കൂടെ വേണം. മഴ എങ്ങാണോ ആകെ കുഴപ്പമാകും. ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഇളമാട് പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി. വെറും ആയുർവേദ ആശുപത്രി ഇല്ല, സർക്കാർ ആയുർവേദ ആശുപത്രി. എനിക്കും ഇപ്പൊ എങ്ങനെയാലും ആയുർവേദ ആശുപത്രി പോയി, കാരണം അതിന് ഗ്രൗണ്ടിൽ വന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇത് ഇവിടെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകിയ കെട്ടിടമാണ്. കടലും കാത്ത് വേഴാമ്പൽ മല കാത്ത് കിടക്കുക എങ്ങനെ ഉദ്ഘാടനം ചെയ്യും? ഇതിനകത്ത് വരാനൊരു വഴി വേണ്ടേ? ഇതൊക്കെ അറിയാൻ വയ്യാതെയാണോ ഇങ്ങനെ ഈ പണം ദുരുപയോഗം ചെയ്ത് ഇത്തരം ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചത്? ഇവിടെ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നു, ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ആ ആശുപത്രിയുടെ കാണാൻ വന്നു. അപ്പോഴോ 12 മണിയായപ്പോഴേ ആശുപത്രി പൂട്ടിക്കെട്ടി ആൾക്കാർ പോയി. ഇപ്പോൾ സമയം 12 മണി. ഇവിടെ എത്തിയപ്പോഴോ പൂട്ടിയിട്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതിന് പിന്നിലുള്ള ചില കാഴ്ചകൾ കൂടിയുണ്ട്. നമുക്കതിലേക്ക് പോകാം. അന്ന് കാണാത്ത നടന്നില്ല. പിന്നെയും തിരക്കി വന്നപ്പോൾ സമയം പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്ന് ആലോചിക്കണം. നമ്മൾ കഷ്ടപ്പെടുന്ന പണം കൊണ്ട്, നമ്മളുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് നിർമ്മിച്ചൊരു കെട്ടിടമാണ്. ഇതിന്നൊരു പാഴ്കെട്ടിടമായി ഈ മണ്ണിൽ അവശേഷിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. കാടും പടലും മൂടി ആരോരും നോക്കാതെയും കാണാതെയും അനാഥനെ പോലെ കിടക്കുക. ഇവിടെ അഥവാ തുറന്നു പ്രവർത്തിച്ചാൽ തന്നെ ആൾക്കാരെങ്ങനെ ആശുപത്രിയിലേക്ക് എത്തും? ഹെലികോപ്റ്റർ വേണ്ടി വരും. കാരണം വഴിയില്ല. ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ വഴി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഹെലികോപ്റ്റർ ഉള്ളവർ മാത്രം വന്ന് ചികിത്സ തേടി പോകേണ്ടി വരും. എന്തുകൊണ്ടും എല്ലാ ആശ്ചര്യം തന്നെ എൻ്റെ പഞ്ചായത്തേ. ഇതിനൊക്കെതിരെയല്ലേ ജനങ്ങൾ പ്രതികരിക്കേണ്ടത്? ഇതിനൊക്കെതിരെയല്ലേ നമ്മൾ ശബ്ദമുയർത്തേണ്ടത്? 50 ലക്ഷം രൂപയുടെ വഴിയില്ലാത്ത ഈ ആയുർവേദ ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സാക്ഷി ടി വിക്ക് വേണ്ടി ഗോപൻ മുദ്രയും രാജ്മോഹനും.